അതിന്റെ യുക്തി എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകും. ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോഴാണല്ലോ ആ ഗവൺമെന്റിന്റെ കാലയളവിൽ എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് നടപ്പിലാകും. 10 വർഷം കിട്ടിയിട്ടും ഈ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല, UDF ഗവൺമെന്റ് കാലഘട്ടത്തിൽ, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലഘട്ടത്തിൽ അടക്കം നിരന്തരമായി പമ്പാ സംഗമം അടക്കം നടക്കുകയായിരുന്നു. പിണറായി വിജയന്റെ ഈ കാലയളവിലൊന്നും അത് നടന്നിട്ടില്ല. എല്ലാ അർത്ഥത്തിലും വളരെ അവഗണിച്ചിരുന്ന ഒരു മേഖലയാണ് ശബരിമല തീർത്ഥാടനം. ഇപ്പൊ 10ാമത്തെ വർഷം തീരാൻ നിൽക്കെ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ സ്വാഭാവികമായി ശബരിമലയുടെ ഉന്നമനത്തിന് വേണ്ടിയാണോ ഇത് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള ചോദ്യം ഉയരുന്നു. ഈ പശ്ചാത്തലത്തിൽ 2018 നടന്ന സംഭവവികാസങ്ങൾ പരിശോധിക്കുന്നത്, 2018 ശബരിമല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരൊരു പേടി സ്വപ്നമായി കാണുന്ന ഒരു വർഷവും സംഭവവികാസങ്ങളുമാണ് കേരളത്തിൽ. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വിശ്വാസത്തിന്റെ ശരി തെറ്റ് നിർണ്ണയിക്കാൻ അവകാശമില്ല, നമ്മൾ പറഞ്ഞാണ്. പക്ഷേ ഈ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ ഒരു നിലപാട് സ്വീകരിക്കുക, ആ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ ഒരിക്കലും കാണിക്കാത്ത ധൃതിയോടുകൂടി യാക്കോബായ ഓർത്തഡോക്സ് സഭയുടെ കാര്യത്തിൽ സുപ്രീം കോടതി വിധി വന്നിട്ട് അത് മാറ്റി നീട്ടിക്കൊണ്ടുപോയി സമവായത്തിന് ശ്രമിച്ച അതേ ഗവൺമെന്റ് ശബരിമല വിധി വന്നപ്പോൾ വളരെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി വിധി നടപ്പിലാക്കാൻ ശ്രമിച്ചതും കേരളത്തിൽ വിശ്വാസികളെ ആകെ തെരുവിലേക്ക് ഇറക്കിയ സാഹചര്യം ഒരുപാട് മുറിവുകൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് വിശ്വാസികൾക്ക്. അന്നേരം അതിന്റെ ഭാഗമായി ഞാനിപ്പോ ഓർക്കുന്നു, നവോത്ഥാന മതിൽ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ നാമജപ ഘോഷയാത്രയ്ക്കെതിരെ ബദൽ എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്നതിലേക്ക് നവോത്ഥാന മതിൽ കേരളത്തിന്റെ മതമൈത്രി സമാധാനപരമായ അന്തരീക്ഷം എല്ലാം തകർക്കാൻ ഉതകുന്ന നിലയിലേക്കുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായി. ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പറയുന്നില്ല, എന്റെ ഉത്തരവാദിത്വ ബോധത്തിൽ ഞാൻ വിടുന്നില്ല. പക്ഷെ അതിന്റെ മുൻപന്തിയിൽ തിരുവനന്തപുരത്ത് നിർത്തിയത് പ്രത്യേക ഒരു സമുദായമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന നിലയിലേക്ക് നിർത്തി ഇവിടെ 2 സമുദായങ്ങൾ തമ്മിൽ കുലുക്കാനിടയുന്ന സാഹചര്യം പോലും അതിലുണ്ടായി. പക്ഷെ അതൊന്നുമല്ല. ഇത്രയൊക്കെ സംഭവവികാസങ്ങൾ ഉണ്ടാക്കിയ ഒരു ഗവൺമെന്റ് ഇപ്പോൾ ഒരു കാര്യം പറയേണ്ടതേ ഉള്ളൂ, ആത്മാർത്ഥമായ പ്രായശ്ചിത്തം കൊണ്ടാണോ ഇപ്പോൾ ഈ സംഗമം നടത്തുന്നത്? അന്ന് വിശ്വാസി സമൂഹത്തോട് കാണിച്ച ക്രൂരതയ്ക്കെതിരെയുള്ള ആത്മാർത്ഥമായ പ്രായശ്ചിത്തമാണോ ഈ നടക്കുന്നത്? അതോ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട് വോട്ട് മാത്രം ലക്ഷ്യമാക്കി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരമ്പരാഗതമായി പിന്തുണച്ചിരുന്ന പല ജനവിഭാഗങ്ങളും അവരിൽ നിന്ന് അകന്നുപോയത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ്? ആത്മാർത്ഥമായിട്ടാണ് ഇത് നടത്തുന്നെങ്കിൽ 2 കാര്യത്തിന് ഗവൺമെന്റ് മറുപടി പറയേണ്ടതുണ്ട്, നമുക്ക് അറിയേണ്ടതുണ്ട് ഗവൺമെന്റ് നിലപാട്. ഒന്ന്, പന്തളത്ത് നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സംഭവത്തിൽ ഒരു ചന്ദ്രൻ ഉണ്ണിത്താൻ CPMന്റെ പാർട്ടി ഓഫീസിൽ നിന്നുള്ള കല്ലേറ് കാരണം മരണപ്പെടുകയുണ്ടായി. കല്ല് വന്ന് തലയിൽ. അന്നത് വലിയ വിവാദമായതാണ്. BJP അതിനെ അവരുടെ ബലിദാനിയാക്കി മാറ്റാനൊക്കെ സാഹചര്യം ഒരുക്കിയതാണ്. ആ കേസ് ഇപ്പൊ എവിടെ നിൽക്കുന്നു? വിചാരണ പോലും തുടങ്ങിയിട്ടില്ല. അതിന്റെ യഥാർത്ഥ പ്രതികളെ പലരെയും കണ്ടാലറിയാവുന്നവരെന്ന് പറഞ്ഞ് സാക്ഷിമൊഴികൾ പേര് പറഞ്ഞ പല പ്രതികളെയും ഒഴിവാക്കിക്കൊണ്ട് മറ്റു ചിലരെയാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ പ്രക്ഷോഭത്തിന് ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടിനെതിരെ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നിന്ന് ഒരാൾ മരിച്ച കേസിൽ ഗവൺമെന്റ് ഇപ്പോൾ എന്താണ് പറയാനുള്ളത്?
രണ്ടാമത് ഈ സംഗമത്തിൽ ഗവൺമെന്റിന്റെ നടത്തുന്ന ഈ സംഗമത്തിൽ കനകദുർഗ, ബിന്ദു, റഹാന ഫാത്തിമ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ളത് ഗവൺമെന്റ് മറുപടി പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ കനകദുർഗ, ബിന്ദു എന്ന് പറഞ്ഞവരാണല്ലോ അന്ന് ഇതിന് ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുറിവേൽപ്പിച്ചത്. ഗവൺമെന്റ് ആ കാര്യത്തിൽ ഒന്ന് രണ്ട് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആ കാലഘട്ടത്തിൽ പുറത്തു വന്ന ചില വാർത്തകളുണ്ട്. ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞുകൊണ്ട് നമ്മുടെയൊക്കെ ചെവിയിൽപ്പെട്ട ചില കാര്യങ്ങൾ. അതൊന്ന് ഇവരെ കൊണ്ടുവന്ന് കോട്ടയത്ത് പോലീസ് സംരക്ഷണയിലാണ് തലേ ദിവസം പാർപ്പിച്ചത്. കനകദുർഗയും ബിന്ദുവിനെയും അവരെ കൊണ്ടുവന്ന് കോഴിക്കോട് കൊണ്ടുവന്ന് കോട്ടയത്ത് പോലീസ് ക്ലബിലാണ് പോകുന്നത്. എന്തായാലും പോലീസ് സംരക്ഷണത്തിലാണ് ഇവരെ പാർപ്പിച്ചത് എന്നാണ് അന്ന് കേട്ടത്. ഇത് ശരിയാണോ? അങ്ങനെ പോലീസ് സംരക്ഷണത്തിൽ അവരെ പാർപ്പിച്ചു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം, പിറ്റേന്ന് രാവിലെ നട ചവിട്ടാൻ വേണ്ടി വന്ന ഈ വിശ്വാസികളായി ഗവൺമെന്റ് കൊണ്ടുവന്ന ഈ രണ്ട് സ്ത്രീകൾ തലേന്ന് രാത്രി പൊറോട്ടയും ബീഫും വേണം എന്ന് ആവശ്യപ്പെട്ടു എന്നന്ന് കേട്ടാൽ ഇത് ശരിയാണോ? ആദ്യം അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ വിസമ്മതിച്ചു. അത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വിസമ്മതിച്ചു. എന്നാൽ ഇവരുടെ നിർബന്ധപ്രകാരം ആ ഉദ്യോഗസ്ഥൻ മാറി പിന്നുണ്ടായിരുന്ന മറ്റൊരു ഉദ്യോഗസ്ഥൻ ഇത് വാങ്ങിച്ചു കൊടുത്തു എന്നും അന്ന് കേട്ടിരുന്നു. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഗവൺമെന്റ് വ്യക്തമാക്കേണ്ടത്. ഇത് മുഖ്യമന്ത്രിക്ക് അറിയില്ലായിരിക്കും, പക്ഷേ കോട്ടയം ജില്ലയുടെ മന്ത്രി ദേവസ്വം ബോർഡിന്റെ ചുമതലയുള്ള വാസവൻ അറിയായിരിക്കുമല്ലോ. അന്നേരം വാസവനടക്കം ഈ കാര്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമാക്കേണ്ടതുണ്ട്. അതുണ്ടായെങ്കിൽ ഇപ്പൊ ഇന്നലെ പ്രതിപക്ഷ നേതാവ് കേസുകൾ പിൻവലിക്കുന്ന സമരത്തിനുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുന്ന കാര്യം പറഞ്ഞു. അതുകൂടാതെ ഇത്തരം ഏറ്റവും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഉറുവേൽക്കുന്ന ഈ രണ്ട് സംഭവത്തിൽ ഗവൺമെന്റ് നിലപാട് തിരുത്താൻ തയ്യാറാണോ? ഗവൺമെന്റിന്റെ അഭിപ്രായം എന്താണ്? ഈ കോട്ടയത്തെ കുറിച്ച് കേട്ട കഥകൾ സത്യമാണോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? അത് അന്വേഷിക്കാൻ ഗവൺമെന്റ് തയ്യാറാണോ? ഇത് ഇത്രയും വ്യക്തമാക്കുക. ഇതിലെല്ലാം സുതാര്യമായി ആ ഒരു നിലപാട് സ്വീകരിക്കുകയും അത് പ്രായശ്ചിത്തമാണ്, അന്ന് ചെയ്ത തെറ്റിന്റെ പ്രായശ്ചിത്തമാണെന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ടത് ഗവൺമെന്റാണ്. യുഡിഎഫിന്റെ മൊത്തത്തിലുള്ളത് നിലപാട് തന്നെയല്ലോ ഇക്കാര്യത്തില്? തീർച്ചയായിട്ടും യുഡിഎഫ് ഞങ്ങൾ എല്ലാവരും കഴിഞ്ഞ ദിവസം കൂട്ടായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണല്ലോ. ഇന്നലെ സതീശൻ ഗംഭീരമായി തന്നെ യുഡിഎഫിന്റെ നിലപാട് ഇന്നലെ അവതരിപ്പിക്കുകയുണ്ടായി. അതിനെ സഹായകരമായ നിലയിൽ ഇവർക്ക് കുറ്റബോധമാണോ പ്രായശ്ചിത്തമാണോ ഇപ്പോൾ ഇത് അവസാന 10ാമത്തെ വർഷത്തിന്റെ അവസാന പകുതിയിൽ അവസാന 6 മാസത്തിൽ ഇനി ഒന്നും ചെയ്യാൻ ഉള്ള സമയം പോലും ഇല്ല. ശബരിമല തീർത്ഥാടനം നവംബറിൽ തുടങ്ങുകയാണ്. അതിന് ശേഷമേ ഉള്ളത്. ഇപ്പൊ എന്ത് തീരുമാനമെടുത്താലും അടുത്ത വർഷം മുതലേ നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കൊണ്ട് നടത്തുന്നത് ചെയ്തുപോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമാണെങ്കിൽ കൊള്ളാം, അല്ലേ? ഈ ബീഫും പൊറോട്ടയൊക്കെ വാങ്ങി നൽകിയെന്ന് പറയുന്നത് വിശ്വാസത്തെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. ഗുരുതരമായൊരു ആരോപണമാണ് ഇക്കാര്യത്തിൽ മുന്നോട്ട് വെക്കുന്നത്. ഞാനൊരു ആരോപണമില്ല. അന്ന് നമ്മളൊക്കെ കേട്ട് വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെ അന്ന് നമ്മളൊന്ന് പുറത്തു പറയാൻ പോയില്ല. ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ചർച്ചയും അവിടെ നടന്ന സംഭവ വികാസങ്ങളുമാണ്. പക്ഷേ കോട്ടയത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ഇത് ഗവൺമെന്റാണ് ഇതിന് വ്യക്തത വരുത്തേണ്ടത്. കോട്ടയത്ത് കൊണ്ട് താമസിപ്പിക്കുകയും പോലീസ് സംരക്ഷണത്തിൽ പോലീസ് ക്ലബിലാണെന്നാണ് ഞാൻ കേട്ടത്. അതും ഗവൺമെന്റാണ് വ്യക്തത വരുത്തേണ്ടത്. തലേന്ന് രാത്രി കൊണ്ട് താമസിപ്പിച്ച് പിറ്റേന്ന് രാവിലെ മലകയറ്റിയായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ എന്നുള്ളത് ഗവൺമെന്റ് വിശദീകരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ വാസവൻ വിശദീകരിക്കുകയാണ്. ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളൊക്കെ സർക്കാരിനൊപ്പമാണ് ഈ വിഷയം. അല്ല, സ്വാഭാവികമാണ്. SNDP കുറച്ചു കാലമായിട്ട് നിലപാടാണല്ലോ സർക്കാരിനെ അനുകൂലിക്കുന്നത്. ശബരിമല വിഷയം വന്നപ്പോൾ പോലും നവോത്ഥാന മുന്നേറ്റത്തിന് വേണ്ടി ഒരു സമിതി ഉണ്ടാക്കിയത് അത് SNDPയുടെ അടക്കം സഹകരണത്തോടു കൂടിയാണ്. അവരുടെ നിലപാട് അവർ സ്വീകരിക്കുന്നത്. കൂടി വിശ്വാസം എടുക്കാൻ സർക്കാരിന് കഴിയുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ.
അല്ല, ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് ഇപ്പൊ ആരെ വിശ്വാസത്തിലെടുത്താലും എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്തരം കാര്യങ്ങൾ കൂടെ മറുപടി കിട്ടിയാൽ മാത്രമേ ഗവൺമെന്റിന്റെ ആത്മാർത്ഥത നമുക്ക് ബോധ്യപ്പെടുന്നു. എന്നാൽ ഈ കാര്യങ്ങളിൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളതും ഞാൻ പറഞ്ഞ ചന്ദ്രൻ ഉണ്ണിത്താന്റെ മരണവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ പ്രതികളെ ഒഴിവാക്കി എന്നുള്ള ആക്ഷേപം അത് ശരിയാണോ? ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടിൽ അന്ന് സംരക്ഷണം കൊടുത്ത് അവിടെ മലകയറ്റിയ ബിന്ദുവും കനകദുർഗയും അടക്കമുള്ളവർ ഈ സംഭവത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതുകൂടെ വ്യക്തമാക്കണം. മറ്റൊരു കാര്യം, ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് സംഘപരിവാർ ഒരു വിശ്വാസ സംഘം അതേ സമയത്ത് സംഘടിപ്പിക്കാനുള്ള പദ്ധതികളാണ്. അത് ഈ ആഭ്യന്തരമന്ത്രി അല്ലാന്നുണ്ടെങ്കിൽ യോഗി ആദിത്യനാഥിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും അവർക്കൊരു വിഷയം ഇട്ടുകൊടുക്കുകയാണോ ചെയ്യുന്നത് LDF? ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനെ ഒരു സംഗമം നടത്തുന്നത് തന്നെ ശബരിമലയുടെ പുരോഗമനം ഉദ്ദേശിച്ചല്ല, ഞാൻ ആദ്യം പറഞ്ഞു. പക്ഷെ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് കൊടുക്കുന്നത്? ഇനിയിപ്പോ അടുത്ത മലയാളം സംഗമം നടത്തും, അതോ ഹജ്ജ് തീർത്ഥാടകരുടെ പ്രത്യേക ഇത് നടത്തുന്നുണ്ടോ? സ്വാഭാവികമായി അതുകൂടെ നടത്തണം. അതായത് BJPയുടെ രാഷ്ട്രീയത്തിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് പിണറായി വിജയൻ ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയുന്ന ഇവരുടെ രാഷ്ട്രീയം? അതല്ലേ മറുപടി പറയുന്നത്. അതായത് സ്വാഭാവികമായിട്ട് BJPക്ക് വളക്കൂറുണ്ടാക്കുന്നതിന് ഉതകുന്ന സാഹചര്യം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ തവണ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കാൻ വലിയ രീതിയിലുള്ള ഒരു ശ്രമം നടന്നു, അത് പരാജയപ്പെട്ടു പോയി. അപ്പൊ അടുത്തിനി ഹിന്ദുക്കളെ നടത്താമെന്നുള്ള ഒരു പദ്ധതി ആയിരിക്കുമല്ലേ? എല്ലാവർക്കും അറിയാം, സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നുള്ള വാക്ക് പിണറായി വിജയൻ കമ്മ്യൂണൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ആക്കിയിട്ട് എത്രയോ കാലമാണ്. ഓരോ സമുദായത്തെയും തരാതരം പോലെ ഉപയോഗിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു. വലിയ ന്യൂനപക്ഷ സ്നേഹമായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വേളയിൽ പോയി തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞപ്പോഴാണ് ഒറ്റാലി കിടന്നത് പോയ കാര്യം അറിഞ്ഞത്. അന്ന് മുതൽ ഈ കൂടെ ഉള്ളത് എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഉള്ള ശ്രമമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവരുടെ രണ്ടുപേരുടെ അജണ്ട ഒന്നാകുന്നു. BJPയുടെ ഈ ഒരു നിലപാട് വഴി BJPക്ക് വീണ്ടും, അല്ലെങ്കിൽ അവർക്കൊരു കേരളത്തിൽ അത് വില പോകില്ല, അത് വേറെ കാര്യം, പക്ഷെ അവർക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് വീണ്ടും. BJPയുടെ രാഷ്ട്രീയം തന്നെയാണ് ചെയ്യുന്നത്. അതോ രാഹുൽ ഗാന്ധി അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ മൃദു ഹിന്ദുത്വം സ്വീകരിക്കുന്നവരെന്ന് ആക്ഷേപിക്കുന്നവരാണ് ഈ നിലപാട് സ്വീകരിക്കുന്നതോട് ഓർക്കണം. LDF ഇങ്ങനെ വിശ്വാസികളായിട്ട് അടുക്കുന്ന UDF-ന് ആശങ്കയില്ല. നമുക്കൊരു ആശങ്കയില്ല, വിശ്വാസികളുമായിട്ട് അടുക്കുന്നതിന് ഒരു ആശങ്കയില്ല. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, പ്രായശ്ചിത്തമാണെങ്കിൽ അത് പറയുക, നമുക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് യുക്തിയുണ്ടല്ലോ. യുക്തിബോധത്തോടുകൂടി ചിന്തിക്കുമ്പോൾ 6 മാസം ബാക്കിയിരിക്കും ഇവരെന്തോ ചെയ്യാൻ വേണ്ടിയൊക്കെ കൊണ്ടുവരുന്നത്. LDF വിശ്വാസികളെ തെരഞ്ഞെടുത്ത് കാണുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ വക്താക്കളല്ലല്ലോ. അവർ സമൂഹത്തിന്റെ അല്ലെങ്കിൽ വർഗ വ്യത്യാസം വെച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. അത് മാറിയിട്ട് ഈ നിലയിലേക്ക് പോകുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, BJPയുടെ രാഷ്ട്രീയമായിട്ട് എന്താ വ്യത്യാസമില്ല. ഈ മറ്റൊരു വിഷയത്തിലേക്ക് വന്നാൽ, ഈ സർക്കാരിന്റെ പോലീസിങ്ങിനെ കുറിച്ച് നേരത്തെ പരാതികളുണ്ടായിരുന്നു. ഒരു ADGP തന്നെ പല വിവാദങ്ങളിലേക്ക് കാണുമ്പോൾ അവസാനം DGP സംരക്ഷിച്ചുകൊണ്ട് റിപ്പോർട്ട് വന്നു. 2023 നടന്ന സംഭവത്തിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തു. സ്റ്റേഷനുള്ളിൽ ക്യാമറയുടെ താഴെ വെച്ചാണ് മർദ്ദിക്കുന്നത്. എപ്പോഴും പറയുന്ന ഒരു കാര്യം, മോന്തായം പറഞ്ഞാൽ 64 മതി, അത് തന്നെയാണ് സംഭവിച്ചത്. അതിനെ കുറിച്ച് ഇപ്പൊ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ഇത് വേർത്ത വരത്തില്ലല്ലോ, അതുകൊണ്ട് പിന്നെ അവൻ കഴിച്ചാൽ